ഇന്ന് രാവിലെ തന്നെ പത്രത്തിൽ കണ്ട വാർത്ത 1-ാം ക്ലാസ് മുതൽ കേരളത്തിൽ ഹിന്ദി നിർബന്ധമാക്കാൻ പോവുകയാണെന്നുള്ളതാണ്. 2-3 തോട്ട്സ് അതുമായി ബന്ധപ്പെട്ട് ഷെയർ ചെയ്യാനുണ്ട്. എൻ്റെ മോന് 2-ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ഇപ്പോൾ CBSEയിൽ ഓൾറെഡി ഹിന്ദി നിർബന്ധമാണ്. ഇത് അവനും അവൻ്റെ ഫ്രണ്ട്സിനൊക്കെ ഭയങ്കര സ്ട്രഗ്ലിംഗ് ആണ്. കാരണം ഹിന്ദി കംപ്ലീറ്റ്ലി ഏലിയൻ ആയിട്ടുള്ള ലാംഗ്വേജ് ആണ് നമ്മുടെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം. അപരിചിതമാണ്. അപ്പോൾ അത് ഈ ലെറ്റേഴ്സൊക്കെ വെച്ച് പഠിച്ചു തുടങ്ങി വായിച്ചെടുക്കുക എന്നുള്ളത് കുട്ടികൾക്ക് നല്ല ബുദ്ധിമുട്ടാണ്. എസ്പെഷ്യലി ഓൾറെഡി ഇംഗ്ലീഷും മലയാളം പഠിക്കാനുണ്ട്. നമ്മൾ എന്ത് ഗ്ലോബൽ സ്റ്റാൻഡേർഡ്സ് വെച്ച് നോക്കുകയാണെങ്കിലും ഏർലി ഫൗണ്ടേഷൻ ലേണിങ്ങിൽ ഒരു 3 ലാംഗ്വേജ് NEP പറയുന്ന ഒരു 3 ലാംഗ്വേജ് ഒന്നും ആരും ഫോളോ ചെയ്യുന്നില്ല. അവിടെ ഒരു സോഷ്യോ ഇമോഷണൽ ലേണിംഗ്, പ്ലേസിലൂടെ ന്യൂമറസി, എൻവയോൺമെൻറ്റ്, ഇങ്ങനത്തെ കാര്യങ്ങളെക്കുറിച്ചൊക്കെ കൂടുതൽ പഠിക്കുക എന്നുള്ളതാണ് ഒരു വേൾഡിലുള്ള എല്ലാ സിലബസ് എടുത്ത് നോക്കുമ്പോൾ അവിടെ അവരുടെ പ്രയോറിറ്റി എന്നുള്ളത്. അവിടെയാണ് നമ്മൾ ആഴ്ചയിൽ ഒരു 3 പീരീഡ് ഹിന്ദിക്ക് മാറ്റി വെക്കാൻ വേണ്ടി പോകുന്നത്. മൂന്നാമത്തെ കാര്യം, നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയുടെ ഭാഗമായിട്ടാണ് ഈ ഹിന്ദി ഇമ്പോസിഷൻ കടന്നു വരുന്നത്. ഇന്ത്യയിലെ മറ്റു പല സ്റ്റേറ്റ്സും വളരെ ശക്തമായിട്ട് ഇതിനെതിരെ പ്രതിഷേധിച്ചിട്ടുണ്ട്. തമിഴ്നാട്ടിലൊക്കെ ശക്തമായ പ്രതിഷേധം വന്നിട്ടുണ്ട്. ഈവൻ മഹാരാഷ്ട്രയിൽ കഴിഞ്ഞ ദിവസം കണ്ട വാർത്ത, ഈ ഹിന്ദി ഇമ്പോസ് ചെയ്യാൻ ശ്രമിച്ച ഗവൺമെൻറ് അതിൽ നിന്ന് പിന്മാറി എന്നുള്ളതാണ് ആളുകളുടെ പ്രതിഷേധം കാരണം. അപ്പോൾ ശരിക്കും നമ്മൾ ഇത്തരത്തിലുള്ള പോളിസികൾ ഇങ്ങനെ ഇടയിലൂടെ കടന്നു വരുമ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു ആഫ്റ്റർ എഫക്ട്സ് നമ്മുടെ കുട്ടികളുടെ മേലെ എന്താവും എന്നുള്ളതും ഇതിൻ്റെയൊക്കെ ലക്ഷ്യം എന്താണ് എന്നുള്ളതും നമ്മൾ ശരിക്കും ചിന്തിക്കേണ്ടതുണ്ട്. 5-ാം ക്ലാസ് മുതലാണ് ഞാൻ ഹിന്ദി പഠിക്കാൻ തുടങ്ങിയത്. എന്നിട്ട് തന്നെ നമുക്ക് നല്ല ബുദ്ധിമുട്ടാണ്. അതിനിടയിൽ 1-ാം ക്ലാസ്സിൽ ഹിന്ദി പഠിക്കുന്ന നമ്മുടെ കുട്ടികളുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയേ, എന്തൊരു കഷ്ടമാണ്. എന്തായാലും നിങ്ങളുടെ തോട്ട്സ് കൂടി നിങ്ങളൊന്ന് ഷെയർ ചെയ്യുക കേട്ടോ.